പാലക്കാട് കല്ലടിക്കോട് പറക്കാട് വീടിനുള്ളിലേക്ക് ഓടിക്കയറി കാട്ടുപന്നിക്കൂട്ടം. കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് കാട്ടുപന്നിക്കൂട്ടം എത്തിയത്. ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് പറക്കാട് നാരായണൻകുട്ടിയുടെ വീട്ടിനുള്ളിലേക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് 3 കാട്ടുപന്നികൾ കയറിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്, വീട് തുറന്നിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ ഇന്നലെയും വളരെ വ്യക്തിപരമായ ചിലരോട് പറയുകയായിരുന്നു, ഈ കാട്ടുപന്നി ശല്യം കൂടുതലുള്ള മേഖലകളിൽ വീടിന്റെ ഗേറ്റും അതുപോലെ ഈ വീടിന്റെ മുൻവശത്തെ വാതിലും ഒക്കെ തുറന്നിടുന്നത് നമുക്ക് അങ്ങനെ ഒരു ശീലവും ഉണ്ടാകും, നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തെരുവുനായുടെ പ്രശ്നവും കാട്ടുപന്നിയുടെ പ്രശ്നവും പരിഗണിച്ചുകൊണ്ട് ഈ ഗേറ്റ് അടക്കം തുറന്നിടുന്ന രീതി നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. വലിയ ആപത്താണ്. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ ആപത്തിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നതാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, വലിയ ആക്രമണം ഉണ്ടാക്കിയോ? വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയോ? മാധു, ഇന്ന് ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കല്ലടിക്കോട് പറക്കാട് സ്വദേശിയായിട്ടുള്ള നാരായണൻകുട്ടിയുടെ വീടിനകത്തേക്കാണ് ഈ 3 കാട്ടുപന്നികൾ എത്തിയത്. സമീപത്തെ റബ്ബർ കാട്ടിൽ നിന്നാണ് ഈ കാട്ടുപന്നികൾ ഈ വീട്ടുപരിസരത്തേക്ക് എത്തുന്നത്. ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. നേരെ വീടിന്റെ ഈ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നു. ഈ സമയത്ത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ വാതിലും അതുപോലെ തന്നെ വീടിന്റെ മുൻവശത്തെ വാതിലും എല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഈ 3 കാട്ടുപന്നികളും ഇതിലൂടെ അകത്ത് കയറുകയും ഈ വീട്ടിനകത്തെ ഒരു മുറിയിൽ നിലയുറപ്പിക്കുകയായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം ഈ 3 കാട്ടുപന്നികളും ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പരിഭ്രാന്തിയിലായ വീട്ടുകാർ പെട്ടെന്ന് തന്നെ സമീപത്തെ ജനപ്രതിനിധികളെ വിവരം അറിയിക്കുന്നു. അവർ മുഖേനയാണ് ഷൂട്ടർമാർ ഏകദേശം 1:10 കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഈ 3 കാട്ടുപന്നികളും ഈ വീടിന് പുറത്തേക്ക് ഓടി വരികയും പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആ വീട്ടിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഉൾപ്പെടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈ കാട്ടുപന്നികൾ വീട്ടിലേക്ക് എത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. പക്ഷേ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റബ്ബർ തൊടിക്കൊക്കെ സമീപത്ത് ഈ കാട്ടുപന്നികൾ ഉണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കാട്ടുപന്നികൾ എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. വീടിന്റെ ഗേറ്റുകൾ കൃത്യമായി അടച്ചിടണം. അഥവാ ഗേറ്റ് തുറന്നിടുകയാണെങ്കിൽ തന്നെ ഈ വീടിന്റെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ മുൻവാതിലുകളും എല്ലാം കൃത്യമായി തന്നെ അടച്ചു സൂക്ഷിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് വേണമെന്നുള്ളതാണ് വനവകുപ്പ് ഉൾപ്പെടെ പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ ഭീതി ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ മുന്നിലേക്ക്, ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലേക്ക് കാട്ടുപന്നി ഓടിയെത്തുന്ന സമയത്ത് ഇതിന് കണ്ണും മൂക്കും ഒന്നുമില്ല എന്ന നിലയ്ക്കാണ് ഓടിയെത്തുക. യാതൊരു പേടിയും ഉണ്ടാകാതെയാണ് വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് വീടുകളിലേക്ക് അടുത്തൊക്കെ ശല്യമുണ്ടെങ്കിൽ വീടുകളിൽ കൃത്യമായ ജാഗ്രതയും ഒരു മുൻകരുതലും ഒക്കെ സ്വീകരിക്കണം. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.